സമസ്ത പരീക്ഷ എഴുതുന്ന മുഴുവൻ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഏത് ഗ്രേഡാണ് ലഭിക്കുക എന്നുള്ളത്. ഒരു വിദ്യാർത്ഥി എല്ലാ വിഷയങ്ങളിലും 97 മുതൽ 100 വരെയുള്ള മാർക്കാണ് നേടുന്നതെങ്കിൽ പ്രത്യേകം മനസ്സിലാക്കുക, എല്ലാ വിഷയത്തിലുമാണ് 97 മുതൽ 100 വരെയുള്ള മാർക്ക് വാങ്ങുകയാണെങ്കിൽ ആ കുട്ടി ടോപ്പ് പ്ലസ് അടിസ്ഥാനത്തിൽ വിജയം നേടിയവരാണ്. ഇനി എല്ലാ വിഷയത്തിലും 80 മുതൽ 96 വരെയുള്ള മാർക്കാണ് കുട്ടി കരസ്ഥമാക്കിയതെങ്കിൽ ആ കുട്ടി ഡിസ്റ്റിങ്ഷൻ അടിസ്ഥാനത്തിലാണ് പാസ്സായിട്ടുള്ളത്. ഇനി 60 മുതൽ 79 വരെയുള്ള മാർക്ക് എല്ലാ വിഷയത്തിലും വാങ്ങിച്ച കുട്ടിക്ക് ഫസ്റ്റ് ക്ലാസ്സോടുകൂടെയുള്ള പാസ് ലഭിക്കുന്നതാണ്. 50 മുതൽ 59 വരെ എല്ലാ വിഷയങ്ങളിലും മാർക്ക് കരസ്ഥമാക്കിയ ഒരു കുട്ടി സെക്കൻഡ് ക്ലാസ്സോടുകൂടെ പാസ്സാകുന്നതാണ്. ഇനി ഒരു കുട്ടിക്ക് എല്ലാ വിഷയങ്ങളിലും 30 മുതൽ 50 വരെയുള്ള മാർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എങ്കിൽ ആ കുട്ടി തേർഡ് ക്ലാസ് അടിസ്ഥാനത്തിലാണ് പാസ്സായിരിക്കുന്നത്. ഇനി എല്ലാ വിഷയങ്ങളിലും 30 മാർക്കിന് താഴെയാണ് വരുന്നതെങ്കിൽ ആ കുട്ടി പരാജയപ്പെട്ടു, ഫെയിലായി എന്നതാണ് കണക്ക്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഒരു കുട്ടിക്ക് 3 പരീക്ഷകളിൽ 97ൻ്റെയും 100ൻ്റെയും ഇടയിൽ മാർക്കും ഒരു വിഷയത്തിൽ മാത്രം 80ൻ്റെയും 96ൻ്റെയും ഇടയിലുള്ള മാർക്കും കരസ്ഥമാക്കിയാൽ ആ കുട്ടിയുടെ ടോപ്പ് പ്ലസ് നഷ്ടമായി ഡിസ്റ്റിങ്ഷൻ എന്ന പദവിയിലേക്ക് അവർ വരും. അതുപോലെ തന്നെ മറ്റൊരു വിഷയം, 3 വിഷയങ്ങളിൽ കുട്ടിക്ക് 60 മുതൽ 79 വരെ മാർക്കുള്ള ലെവലിലാണ്. ഒരു വിഷയത്തിൽ 55 മാർക്കെങ്കിൽ ആ കുട്ടി സെക്കൻഡ് ക്ലാസ് എന്ന ലെവലിലേക്ക് വരുന്നതാണ്. ഇതേ പ്രകാരം തന്നെ 4 വിഷയങ്ങളിലും 97 മുതൽ 100 വരെയുള്ള മാർക്ക് കരസ്ഥമാക്കിയ കുട്ടി ഖുർആൻ പരീക്ഷയ്ക്ക് 50 മാർക്ക് വാങ്ങിയാൽ കുട്ടിയുടെ ടോപ്പ് പ്ലസ് നഷ്ടമാകുന്നതാണ്. ഈ വിഷയങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾക്ക് പഠനത്തിൽ ഒന്നുകൂടെ ശ്രദ്ധ ചെലുത്താൻ കഴിയും. രക്ഷിതാക്കൾ ഈ വിഷയം ശ്രദ്ധിക്കുക. ടോപ്പ് പ്ലസ് കരസ്ഥമാക്കാൻ അല്പം പ്രയാസമാണ്. അത് കരസ്ഥമാക്കുന്നത് മിടുക്കന്മാരായ ആളുകളാണ്. വലിയ ഒരു പദവിയാണ് ടോപ്പ് പ്ലസോടുകൂടെ പാസ്സാവുക എന്നുള്ളത്. സമസ്തയിൽ നിന്ന് പ്രത്യേകം സമ്മാനങ്ങളും ക്യാഷ് അവാർഡുകളും ലഭിക്കും. അതിനോടൊപ്പം തന്നെ നമ്മുടെ റേഞ്ചിൽ പ്രത്യേക ആദരവ് ലഭിക്കും. മദ്രസയിൽ നിന്ന് പ്രത്യേകമായ പരിപാടികൾ അവർക്ക് വേണ്ടി സംഘടിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് കുട്ടികൾ നല്ല രൂപത്തിൽ തന്നെ പഠിച്ച് മുഴുവൻ വിഷയത്തിലും ടോപ്പ് പ്ലസ് വാങ്ങാൻ ശ്രമിക്കുക. അള്ളാഹു എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. കഴിഞ്ഞ പരീക്ഷകളിൽ ടോപ്പ് പ്ലസ് കിട്ടിയ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിച്ചാൽ സന്തോഷം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് എന്നൊരിക്കൽ കൂടി അറിയിക്കുകയാണ്. മദ്രസയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ ഒരു ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്തു വെക്കുക. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.